കേരളത്തിൽ സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്കെതിരെ എന്തെങ്കിലും പറയുന്നത് എഴുത്തുകാർ മാത്രമാണെന്ന് കവി റഫീഖ് അഹമ്മദ്. ഷാർജ പുസ്തകോത്സവത്തിൽ വായനക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഈ വിഭാഗീയത ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് അത്തരം കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് എഴുത്തുകാരുടെ ഇല്ലെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ അവരെ നിശബ്ദരാണെന്നോ അവരൊന്നും പറയുന്നില്ല എന്നോ എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ പറയുന്ന രീതികൾ നമ്മളിപ്പോൾ വളരെ ക്ഷോഭത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അട്ടഹസിച്ചുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല കവിതയോ അല്ലെങ്കിൽ എഴുത്തിനെയോ അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമൊന്നുമല്ല ഇന്നുള്ളത്. എങ്കിലും എഴുത്തുകാർ പിന്നെ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പല കവിതയെ സൂക്ഷ്മമായിട്ട് അനുധാനം ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കവിത എന്നൊക്കെ പറയുന്നത് ഇതേപോലെ വളരെ പ്രകടമായ രീതിയിൽ മുദ്രാവാക്യപ്രായത്തിൽ എഴുതപ്പെടേണ്ടതൊന്നല്ല. കാരണം മറ്റ് ഒരുപാട് ഇപ്പോൾ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ മാധ്യമങ്ങളൊക്കെ സജീവമായ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പിന്നെ കൂടുതൽ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കാൻ പറ്റാവുന്ന മറ്റ് കാര്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ട്രോളുകളിലൂടെയെങ്കിലും പലപ്പോഴും ആളുകൾ ഇത്തരം കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കവിത എല്ലാ കാലത്തും കുറെ കൂടി ആഴത്തിലും പിന്നെ വരും കാലത്തേക്ക് കൂടി വായിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആണ് എഴുതപ്പെടുന്നത് പല കവിതകളും. അത് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പോരാ എന്നുള്ളത് അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നു.